അതിരാവിലെ ദയനീയമായ ദാരുണമായ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. തൃശൂർ നാട്ടികയിൽ ലോറി കയറി 5 പേർ മരിച്ചു എന്നാണ് വാർത്ത. തടി ലോറി പാഞ്ഞു കയറിയാണ് അപകടം. പണി പുരോഗമിക്കുന്ന ദേശീയപാത ബൈപ്പാസിനരികിൽ ഉറങ്ങിക്കിടന്നിരുന്ന നാടോടികൾക്കിടയിലേക്കാണ് ലോറി പാഞ്ഞു കയറിയത്. 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ തൽക്ഷണം മരിച്ചു. 11 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 3:50 സംഭവം. കാളിയപ്പൻ, ബംഗാഴി, നാഗമ്മ, ജീവൻ, വിശ്വ എന്നിവരാണ് മരിച്ചത്. കണ്ണൂരിൽ നിന്ന് മരം കയറ്റിപ്പോയിരുന്ന ലോറിയാണ് ദേശീയപാതയിൽ നിന്ന് ബൈപ്പാസിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറിയത്. ദേശീയപാതയിൽ സ്ഥാപിച്ചിരുന്ന ഡിവൈഡർ തകർത്താണ് ലോറി ഉറങ്ങിക്കിടക്കുന്നവർക്ക് ഇടയിലേക്ക് കയറിയത്. 108 ആംബുലൻസുകൾ, തളിക്കുളം ആംബുലൻസ്, തളിക്കുളം മെക്സിക്കൻ ആംബുലൻസ് എന്നിവയിലാണ് മരിച്ചവരെയും പരിക്കേറ്റവരെയും ആശുപത്രികളിലേക്ക് മാറ്റിയത്. പരിക്കേറ്റവരിൽ ഒരാൾ കരഞ്ഞോടി വരുന്നത് കണ്ട് നാട്ടിക ബീച്ച് സ്വദേശി ആഘോഷാണ് പോലീസിൽ വിവരം അറിയിച്ചത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു, വലപ്പാട് SHO MK രമേശ് എന്നിവർ സ്ഥലത്തെത്തി. ലോറിയിലുണ്ടായിരുന്ന കണ്ണൂർ ആലക്കോട് സ്വദേശികളായ ഏഴിയക്കുന്നിൽ അലക്സ്, ചാമക്കാലച്ചിറ ജോസ് എന്നിവരെ വലപ്പാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊച്ചി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് 10-ലധികം ആളുകളുടെ ദേഹത്തിലൂടെ കയറിയത്. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിരുന്നു. ഇതിന് സമീപത്ത് ചെറിയ ടെന്റുകൾ കെട്ടിയാണ് നാടോടികൾ താമസിച്ചിരുന്നത്. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പോലീസുകാരെ വിവരം അറിയിച്ച് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിൽ 5 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. മദ്യലഹരിയിലായിരുന്ന ക്ലീനറാണ് ലോറി ഓടിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്ക് ലൈസൻസ് ഇല്ലായിരുന്നു. സംഭവത്തിൽ ലോറി ഡ്രൈവർ ജോസും ക്ലീനർ കണ്ണൂർ ആലങ്കോട് സ്വദേശി അലക്സും അറസ്റ്റിലാണ്. അപകടം നടന്നിടത്ത് സൂചനാ ബോർഡുകൾ ഉണ്ടായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മദ്യലഹരിയിൽ വാഹനം ഓടിക്കുന്നതിനെതിരെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികളുണ്ട്. എങ്കിലും അത്തരം പ്രവണത കുറയുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ പിഴവിന് ഒരു ജീവിതകാലം മുഴുവനും വില കൊടുക്കേണ്ടി വരുന്ന പരിക്കുകളുമായി നിരപരാധികളായ വഴിയാത്രക്കാരും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർക്കും കഴിയേണ്ടി വരുന്നത് ഒരിക്കലും വിധി എന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഉത്തരവാദികൾ ആരാണോ അവരിൽ നിന്ന് ഭീമമായ നഷ്ടപരിഹാരം ഈടാക്കി മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും നൽകാൻ നിയമമുണ്ടാകണം എന്ന ആവശ്യം പൊതുസമൂഹത്തിൽ പല അവസരങ്ങളിലായി ഉയർന്നിരുന്നു. മനഃപൂർവ്വമായ നരഹത്യ സൃഷ്ടിക്കുന്നവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് നഷ്ടപരിഹാരം നൽകാൻ വ്യവസ്ഥയുള്ള നിയമമാണ് നമ്മുടെ രാജ്യത്ത് വേണ്ടത്. പലപ്പോഴും മദ്യലഹരിയും അമിത വേഗവുമാണ് പല അപകടങ്ങൾക്കും ഹേതുവാകുന്നത്. ഇക്കഴിഞ്ഞ തിരുവോണനാളിൽ നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിൽ മാത്രം റോഡ് അപകടങ്ങളിൽ 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ബൈക്കുകൾ കൂട്ടിയിടിച്ച് വർക്കല ഭാഗത്ത് 3 യുവാക്കളാണ് മരിച്ചത്. അതിനു പുറമെ മംഗലപുരത്ത് റോഡ് മുറിച്ച് നടക്കുന്നതിനിടെ ബൈക്കിടിച്ച് ഒരാൾ മരിച്ചു. ബൈപ്പാസിൽ കുളത്തൂരിന് സമീപം 2 വാഹനാപകടങ്ങളിലെ വഴിയാത്രക്കാരി ഉൾപ്പെടെ 2 പേരും, നെയ്യാറ്റിൻകരയിൽ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവറുമാണ് മരിച്ചത്. ഇതുപോലെ നിരവധി മരണങ്ങളാണ് വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ അശ്രദ്ധ കൊണ്ട് പലപ്പോഴും നിരത്തുകളിൽ സംഭവിക്കുന്നത്. ചെറുപ്പക്കാർക്ക് അമിത വേഗത ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നൽകാൻ ഏജൻസികൾ തയ്യാറാകണം. ശരിയായ ഒരു ഗതാഗത സംസ്കാരം പുലർത്തുന്നതിൽ ഇപ്പോഴും നമ്മൾ വളരെ പിന്നിലാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും റോഡിൽ ട്രാഫിക് ഒരുക്കുണ്ടാക്കി നമുക്കാർക്കും മടിയില്ല. പക്ഷേ വയസ്സായവർ റോഡ് മുറിച്ച് കടക്കാൻ നിൽക്കുമ്പോൾ പോലും പലരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബ്രേക്ക് ഒന്ന് ചവിട്ടി കൊടുക്കാൻ പോലും തയ്യാറാകാത്തവരാണ് കൂടുതലും. ട്രാഫിക് സംസ്കാരം ചെറിയ ക്ലാസ്സുകളിൽ മുതൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള നടപടികൾ ആവിഷ്കരിക്കണം. അങ്ങനെയാണ് എങ്കിൽ ഇതിനൊക്കെ ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും. അതിഹീനമായ പ്രവൃത്തികൾ റോഡിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാവണം. റോഡിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല എന്ന ബോധം സ്റ്റിയറിംഗ് പിടിക്കുന്ന ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ചിലപ്പോൾ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി എൻ്റെ നാട്ടിൽ വന്ന് കഷ്ടപ്പെടുന്നവരായിരുന്നു ഇവർ എല്ലാവരും. അതുകൊണ്ട് തന്നെ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി മാത്രം അന്യനാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് അവരുടെ ജീവിതമാർഗം കണ്ടെത്തിയവരാണ് ഈ പൊലിഞ്ഞു പോയവരിൽ 5 പേരും. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ, അവരുടെ വിയോഗത്തിന് മുന്നിൽ ആദരാഞ്ജലികൾ നേരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.